UDF കൺവീനർ MM ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബൈബിളിൽ ചൊല്ലുണ്ട്, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല, ഗുജറാത്ത് കോടതികളിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ വിധി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സംസ്ഥാനത്ത് മഴ വളരെ ശക്തിപ്പെടുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും മഴ, രൂക്ഷമായ വെള്ളപ്പൊക്കം, കടലാക്രമണം തുടങ്ങി സാധാരണക്കാരുടെ ജീവിതത്തെ താറുമാറാക്കിയിരുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തിയായി തുടരും എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം തൃപ്തികരമല്ല എന്ന് എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് വരികയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. തീരപ്രദേശം, മലയോരം, സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഈ മഴ, രൂക്ഷമായ മഴ അവരുടെ നിത്യജീവിതത്തെ വല്ലാതെ തകർത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി കുറഞ്ഞത് 2 ആഴ്ചക്കാലത്തേക്കെങ്കിലും സൗജന്യ റേഷൻ നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം നൽകിയിരുന്ന സർക്കാരിന്റെ കാരുണ്യ ചികിത്സാ പദ്ധതി താറുമാറായിരിക്കുന്നു. അവർക്കാർക്കും തന്നെ സർക്കാർ ഇപ്പോൾ ഭീമമായ കുടിശ്ശിക വന്നു. അതിന്റെ പേരിൽ പാവപ്പെട്ടവർക്കുള്ള കാരുണ്യ സൗജന്യ ചികിത്സാ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് നിലച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തീരദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ മറ്റ് വളരെയധികം ജനങ്ങൾ ഈ വെള്ളപ്പൊക്കം മൂലം നിരവധി രോഗങ്ങൾ ഇപ്പോൾ അടിമകളായിരിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി വൈദ്യ സഹായവും ചികിത്സാ സഹായവും മരുന്നും വിതരണം ചെയ്യാൻ കൂടി സർക്കാർ നടപടിയെടുക്കണം. സൗജന്യ റേഷൻ 2 ആഴ്ചത്തേക്കെങ്കിലും കൊടുക്കണം, മരുന്ന് കൊടുക്കണം, ഡോക്ടർമാരെ അയച്ച് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണം. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെ മഴ രൂക്ഷമായി കഴിയുമ്പോൾ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയാലും ഓരോ ജില്ലയിലും മന്ത്രിമാരെ മോണിറ്റർ ചെയ്യാൻ ചുമതലപ്പെടുത്താറുണ്ടായി. ഇത്രയൊക്കെ ആയിട്ട് ഗവൺമെന്റ് അതൊന്നും ചുമതലപ്പെടുത്തി കാണുന്നില്ല. ഓരോ ജില്ലയ്ക്ക് ഓരോ മന്ത്രിമാരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട്, കളക്ടർമാരുമായി ബന്ധപ്പെട്ട് അതിന് മോണിറ്റർ ചെയ്യാൻ അടിയന്തരമായി മന്ത്രിമാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് സാധാരണ കാലഘട്ടത്തിൽ നമ്മുടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നതുപോലെ തന്നെ ഇപ്പോൾ മഴ തോരാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി സൗജന്യ റേഷൻ അനുവദിക്കുകയും സൗജന്യമായി മരുന്ന് വിതരണം നടത്തുകയും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയും ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ല, കോൺഗ്രസിന് അയിത്തം കൽപ്പിക്കാൻ കാരണമുണ്ട്. കാരണം ഇതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമല്ല. മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുകയാണ്, ശരീഅത്ത് പ്രശ്നത്തെ തുടർന്നുണ്ടായ 87-ലെ വിവാദത്തെ തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടാണ് EMS നമ്പൂതിരിപ്പാടും EK നയനാരും സുശീല ഗോപാലനും എല്ലാം കോമൺ സിവിൽ കോഡ് വേണം എന്നാവശ്യപ്പെട്ടത്. അത് പാർട്ടി രേഖകളിൽ നിന്ന് ഇതുവരെ തിരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഞങ്ങളോട് നിലപാട് അവ്യക്തമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, അന്നെടുത്ത നിലപാടിനോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ്? കോമൺ സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ട EMSന്റെ അന്നത്തെ ആവശ്യം ഇപ്പോഴും പാർട്ടി രേഖകളിൽ കിടക്കുന്നുണ്ട്. ആദ്യം മുഖ്യമന്ത്രി അതിന് മറുപടി പറയട്ടെ, എന്നിട്ട് ഞങ്ങളോട് ചോദിക്കട്ടെ. ഇത് മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഈ കോമൺ സിവിൽ കോഡിനെ മോദി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാവരുടെയും, സത്യത്തിൽ മുഴുവൻ മുസ്ലിം നേതാക്കളും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയും പറഞ്ഞു, ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, ഇത് ഗോത്രവർഗക്കാരെ ബാധിക്കുന്നതാണ്. ഇത് മറ്റ് എല്ലാ ജാതികളിലും, ഇപ്പോ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമല്ലേ ഹിന്ദുമതം. ആ ഹിന്ദുമതത്തിനകത്ത് ഒരേ രീതിയിലുള്ള വിവാഹ രീതിയാണോ, ഒരേ രീതിയിലുള്ള സ്വത്ത് സമ്പ്രദായമാണോ, ഒരേ രീതിയിലുള്ള ഈ പേഴ്സണൽ ലോ ആണല്ലോ. അതിനകത്ത് ഈ കോമൺ സിവിൽ കോഡ് എല്ലാവരുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും പ്രതിഷേധം പരിഹരിച്ചുകൊണ്ടല്ലാതെ ഇത് കൊണ്ടുവരുന്നതിനോട് എല്ലാവരും എതിർക്കുമ്പോൾ മോദിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരേ നിലപാടല്ല. ഇത് ഒരു മുസ്ലിം പ്രശ്നമായിട്ടാണ് ഇവിടെ കേരളത്തിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് മുസ്ലിം ലീഗിനെയൊക്കെ ക്ഷണിക്കുന്നത്.
ഈ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ ഒരു പ്രസ്താവന ഗോവിന്ദമായിട്ടുള്ള പ്രസ്താവനയോടൊപ്പം തന്നെ അന്ന് ദേശാഭിമാനി ഫ്രണ്ട് പേജിലെ വന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. അതാണ് മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, CPM വീണ്ടും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഈ കോമൺ സിവിൽ കോഡ് കാര്യത്തിൽ കൂടെ നിർത്തി അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ്. ഞങ്ങൾ മറിച്ചാണ്. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അവർ ഞങ്ങൾക്ക് അയിത്ത കൽപ്പിച്ചാലും ഇല്ലെങ്കിലും അവർ വിളിക്കുന്ന ഒരു സെമിനാറിനും കോൺഗ്രസ് പോകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ BJPയെയും സംഘപരിവാറിനെയും എതിർക്കുന്ന കാര്യത്തിൽ അവരുടെ നിലപാടും ഞങ്ങളുടെ നിലപാടും വളരെ വ്യക്തമാണ്. ഞങ്ങൾ അതിരൂക്ഷമായ എതിർപ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കോമൺ സിവിൽ കോഡിന്റെ കാര്യത്തിൽ ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്.